ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഇന്ന് രാവിലത്തെ കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ. രാവിലെ നമുക്ക് എന്നത്തെ പോലെ തന്നെ ദോശയും സാമ്പാറും തന്നെയായിരുന്നു. അന്നേരം എന്നും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാനിന്ന് ദോശ ഉണ്ടാക്കുന്നതൊന്നും എടുക്കാൻ കേട്ടോ. അന്നേരം നമ്മുടെ അപ്പൂസ് ഇന്നും പോയിട്ടില്ല, വീട്ടിലുണ്ട്. അവന് ഭയങ്കര ചുമയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം എല്ലാവരും കമൻ്റ് ഇട്ടായിരുന്നു അപ്പൂസിൻ്റെ ചുമ മാറട്ടെന്നും പറഞ്ഞ്. അന്നേരം ചുമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും ചുമ വന്നു കഴിഞ്ഞാൽ മാറാൻ പ്രയാസമാണ് കേട്ടോ. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയുടെയാണ്. ഭയങ്കര ചൂടാണ് കേട്ടോ. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അന്നേരം രാവിലെ തന്നെ ഈ തുണിയൊക്കെ അലക്കി കയറിയില്ലെങ്കിൽ പിന്നെ നല്ല വെയിലാണ് ഈ കല്ലിൻ്റെ അവിടെയൊക്കെ. അതുകൊണ്ട് ഞാൻ രാവിലെ ആ കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞ് ടിനോപ്പം പോയി, ചേട്ടനും പോയി. അത് കഴിഞ്ഞാണ് ഞാൻ തുണി അലക്കാൻ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. അന്നേരം നമ്മുടെ തുണിയലക്കൊക്കെ എന്നും ഉള്ളതാണ്. ഡെയിലി എല്ലാ വീട്ടമ്മമാർക്കും ഉള്ള ജോലിയാണ് തുണി അലക്കും, പാത്രം കഴുകും, മുറ്റം തൂക്കലും. ഒരു ദിവസം ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ഇതിൻ്റെ ഇരട്ടി ജോലിയായിരിക്കും അല്ലേ. അന്നേരം ഈ സമയത്ത് നമ്മുടെ കടവിൽ കൂടെ മീൻകാരൻ പോകുന്ന ഒരു കാഴ്ചയാണ്. വള്ളത്തേലും നമ്മുടെ വഴിക്കൂടും ഒക്കെ പോകും കേട്ടോ. അന്നേരം എന്നും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കുട്ടനാട്ടിലെ കാഴ്ചകളൊക്കെ കാണിച്ചില്ലേ നമ്മുടെ വീഡിയോ കാണാൻ ഒരു രസവും ഇല്ലെന്ന് എനിക്കറിയാം. കാരണം കുട്ടനാടൻ വീട്ടമ്മയുടെ വീട്ടിലെ കാര്യങ്ങളാണല്ലോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നേരം നമ്മുടെ കഴിഞ്ഞ ദിവസം വള്ളക്കാരൻ ചേട്ടൻ്റെ വീഡിയോ കണ്ടപ്പം ഒത്തിരി കമൻറ്റ് വന്നു കേട്ടോ. ഈ എൻ്റെ വീഡിയോയിൽ കൂടി മാത്രമാണ് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത്, ഈ വള്ളത്തെ സാധനങ്ങൾ കൊണ്ടുവരുന്ന കാഴ്ച കാണാൻ പറ്റുന്നതെന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ നിങ്ങൾക്ക് കാണാൻ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അന്നേരം എന്നും കാണിച്ചാലും അത് ഒരു രസമില്ല അല്ലേ. അന്നേരം വല്ലപ്പോഴും ഒക്കെ അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. അന്നേരം നമ്മുടെ വള്ളത്തെ കൂടെ ഇങ്ങനെ മീനും സാധനങ്ങളും അങ്ങനെയൊക്കെ വരും കേട്ടോ. പിന്നെ നമ്മുടെ വഴിയുണ്ട്, നമുക്കിവിടെ റോഡാണ്. അന്നേരം ആ റോഡിൽ കൂടെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ കൊണ്ടുവരും. കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ബീന അന്നേരം കടയിൽ പോകേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന്. നമ്മൾ സാധനങ്ങളൊക്കെ കടകളിൽ നിന്ന് മേടിച്ച് വെക്കും കേട്ടോ. പിന്നെ നമ്മുടെ തൊട്ടടുത്തൊരു കടയുണ്ട്. അന്നേരം നമുക്ക് വീട്ടുവാതിക്കലും വരും, നമുക്ക് കടയും പോയി മേടിക്കാം. അന്നേരം അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്കിപ്പം എല്ലാം വീട്ടിൽ കാണത്തില്ലല്ലോ. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വരുമല്ലോ. അതൊക്കെയാണ് നമ്മളിപ്പം വള്ളത്തിൽ നിന്ന് മേടിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, കിളിയെ കണ്ടോ? ഒത്തിരി പേര് പറയുന്നുണ്ട് ബീനയുടെ വീഡിയോയിൽ കിളികളുടെ സൗണ്ട് കേൾക്കാൻ നല്ല രസമാണ്. ഒറിജിനലാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ഭയങ്കര കിളികളാണ്. അന്നേരം ഞാൻ ഇന്ന് തുണി അലക്കിക്കൊണ്ടിരുന്നപ്പം തുണി വിരിച്ചുകൊണ്ടിരുന്നപ്പം കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അകത്ത് വന്നപ്പം നമ്മുടെ അപ്പൂസിന് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവന് ജ്യൂസ് വേണം, ദാഹമാണ് ഭയങ്കര. ചൂടൂടല്ലേ, പനിയൂടായതുകൊണ്ട്. അന്നേരം ഇന്നലെ ഞാനൊരു മാങ്ങ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു. ഇന്നിപ്പം കുറച്ച് ആപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ആപ്പിളും പഴവും കൂടെ ഒന്ന് ഷെയ്ക്ക് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്ക്. അന്നേരം ചുമയ്ക്ക് എനിക്കറിയാം പഴം കൊള്ളത്തില്ലെന്ന്, എന്നാലും പിള്ളേരുടെ നിർബന്ധമല്ലേ, അവന് നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ അവന് വേണം കേട്ടോ. അന്നേരം ഞാൻ ഒരു ആപ്പിളും ഒരു പഴവും കൂടെ ഇട്ടിട്ട് ഒരു ഷെയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഒന്നും കഴിക്കുന്നില്ല പനി ആയതുകൊണ്ട്. അന്നേരം ഈ ഷെയ്ക്കൊക്കെ ശരീരത്തിന് ഈ ചൂട് സമയത്ത് നല്ലതാണല്ലോ. തണുപ്പില്ല കേട്ടോ, തണുപ്പില്ലാതാണ് ഞാൻ കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ഒരു ആപ്പിള് തൊലിയൊക്കെ ചെത്തി കഴുകി നല്ലവണ്ണം മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടൊക്കെ കഴുകിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് മുറിച്ചിട്ട് കൊടുത്തു. പിന്നെ അതിനകത്തേക്ക് 2-3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു പഴമാണ് കേട്ടോ അരിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് പാലൂടെ ഒഴിച്ചിട്ട് നമുക്കൊരു ഷെയ്ക്ക് ഉണ്ടാക്കി അപ്പൂസിന് കൊടുക്കാവേ. എനിക്കും ഇഷ്ടമാണ് ഈ ഷെയ്ക്ക്, പക്ഷേ ഇത് തണുപ്പിച്ച് കഴിക്കുന്നതാണ് നല്ലത് കേട്ടോ. ചുമയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ തണുപ്പിച്ചില്ല. ജസ്റ്റ് ഇത് ഇട്ട് കൊടുത്തിട്ട് ഒരു ഏലക്കായോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് ഗ്ലാസ്സിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനും കുടിക്കാൻ വേണ്ടി വന്നതാണ്. തുണി അലക്കിയിട്ട് വന്നപ്പോൾ എനിക്കും ദാഹമുണ്ട് കേട്ടോ. നല്ല ശരീരത്തിന് ക്ഷീണമൊക്കെ നല്ലതായിട്ട് മാറുന്ന ഒരു ഷേക്കാണിത്. ഇതിനകത്തേക്ക് ബൂസ്റ്റ് ഇട്ട് കൊടുത്താൽ നല്ലതാണ്, പക്ഷേ ഞാൻ ഇട്ട് കൊടുത്തില്ല, ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര മധുരമാണ് ബൂസ്റ്റ് കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ കുറച്ച് ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അന്നേരം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഷേക്കുകളാണ് ഇതൊക്കെ. എന്നിട്ട് ഞാൻ അപ്പൂസിന് അത് കൊടുത്തു കേട്ടോ. ഭയങ്കര സന്തോഷമായി.
അത് മൊബൈലൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. അന്നേരം ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടെന്ന്. സൂപ്പറാണെന്ന് പറഞ്ഞു കേട്ടോ. അന്നേരം ഇതിനകത്ത് നല്ല ഐസ് കട്ട ഇട്ട് കൊടുത്താലാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അന്നേരം ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയ്ക്ക് തണുപ്പൊന്നും ചെല്ലാൻ പറ്റത്തില്ല, പെട്ടെന്ന് പനി കൂടും. അങ്ങനെ ഞാനും എൻ്റെ ഷേക്കൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇന്നൊരു കക്ക ഇറച്ചിയാണ് ഫ്രൈ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അന്നേരം നമ്മുടെ ഇവിടെ കക്ക വാരുന്നവരൊക്കെ ഉണ്ട്. അന്നേരം അവരുടെ നിന്ന് വാങ്ങിയതാണ്. നമ്മൾ 1 കിലോ കക്കയാണ് വാങ്ങിയിരിക്കുന്നത്. അന്നേരം നേരത്തെ ഞാൻ ഈ കക്ക റോസ്റ്റ് ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. അന്നേരം കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, ചേച്ചി കക്ക റോസ്റ്റ് ഉണ്ടാക്കുന്ന കാണിക്കണമെന്നും പറഞ്ഞ്. അന്നേരം നമ്മൾ ഈ കക്ക നല്ലവണ്ണം കഴുകി വാരി അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് വേവിച്ച് വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഒരു ചട്ടി അടുപ്പേലോട്ട് വെച്ചിട്ട് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്താണ് ഒന്ന് മൂപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ. അന്നേരം ഈ കക്ക റോസ്റ്റിനകത്തോട്ടും നമ്മുടെ ചിക്കൻ റോസ്റ്റിനകത്തോട്ടും തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്നതല്ലേ. അങ്ങനെ ഞാൻ ഈ തേങ്ങയൊക്കെ ഒന്ന് മൂപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും ഒക്കെ എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമ്മുടെ കക്ക അവിടെ ഇരുന്ന് വേകുന്നുണ്ട് കേട്ടോ. ഞാൻ ആ എണ്ണയ്ക്കകത്തോട്ട് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അന്നേരം ഈ റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ചെറിയുള്ളി തന്നെ വേണം. ചെറിയുള്ളിക്കാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഇതിന് ഞാൻ ഒരുപാട് മുളക് പൊടി ഇടുന്നില്ല കേട്ടോ, കാരണം ഒരുപാട് എരിവായി കഴിഞ്ഞാൽ മക്കൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ, എരിവുള്ള മുളക് പൊടിയല്ല. അതും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ച് കൊടുത്തു. ആ എണ്ണയ്ക്കകത്ത് തന്നെ കിടന്ന് ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് ഇനി നമ്മുടെ വെന്തിരിക്കുന്ന കക്ക ഒന്നിട്ട് കൊടുക്കാം കേട്ടോ. നല്ലവണ്ണം വെന്ത കക്കയാണ്, അതിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിനകത്ത് ഏറ്റവും ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നത് കുരുമുളക് പൊടിയാണ്. അന്നേരം നമ്മൾ കുരുമുളക് പൊടിയുടെ ഒരു എരിവാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് കുരുമുളക് പൊടിയാണ് കേട്ടോ. 2 സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പെരിഞ്ചീരകം പൊടിച്ചതാണ് കേട്ടോ. അത് ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇതൊന്ന് ഇളക്കി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മുടെ ഈ ചട്ടി ആയതുകൊണ്ട് അടിക്ക് പിടിക്കത്തൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഇരുമ്പ് ചട്ടിയാണ്. ഈ ഇരുമ്പ് ചട്ടിക്കകത്താണ് നമ്മൾ ഈ കക്കായും ഒക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഫസ്റ്റിലെ കക്ക വേവിച്ച സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടാണ് വേവിച്ചെടുത്തത്. പിന്നെ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നോക്കിയപ്പം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കാം. ഏകദേശം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ടൈമിൽ വേണമെങ്കിൽ നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാം. അന്നേരം നമ്മുടെ കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്ത് മാറ്റി വെച്ചിട്ടില്ലായിരുന്നോ, അതുകൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അന്നേരം ഇതിന് ഒരു കുരുമുളക് പൊടിയുടെയും മറ്റേ മസാലയുടെയും ഒക്കെ നല്ല ഒരു മണമാണ് വരുന്നത് കേട്ടോ. അന്നേരം ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല കക്ക റോസ്റ്റാണ്, ഫ്രൈ ആയിട്ടെടുത്തതാണ് കേട്ടോ. ഇത് നമ്മൾ പീര പറ്റിക്കാൻ പറ്റും. നമ്മൾ ഈ തേങ്ങ ഒക്കെ ഇട്ടിട്ട് നമ്മുടെ മീൻ പറ്റിക്കുന്ന പോലെ തന്നെ പീര പറ്റിച്ചെടുക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ഇത് നല്ല മുഴുത്ത കക്കായതുകൊണ്ട് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. നമ്മുടെ കക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അന്നേരം എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇന്നത്തെ കക്ക റോസ്റ്റ് ഇഷ്ടപ്പെട്ടത് ഞാൻ കരുതുന്നു കേട്ടോ. ഇനിയിപ്പം നമുക്ക് 1 മണിയൊക്കെ കഴിഞ്ഞു, ചോറ് കഴിക്കണം. പിന്നെ ഞാൻ ഇനി വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. നമ്മുടെ അപ്പൂസിൻ്റെ കയ്യിലാണ് മൊബൈൽ ഫുൾ ടൈം, വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ വാങ്ങിയാണ് ഇതൊക്കെ എടുക്കുന്നത് കേട്ടോ.
അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരാം.